ഇനി നമ്മൾ ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് ഇത് സംഭവിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 പകലും 2 രാത്രിയും നീണ്ട തെരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കഠിനംകുളം കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോൺസൺ ഔസേപ്പിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. ടി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പരോളിലിറങ്ങിയ കൊടി സുനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് ഹാജരാകണം. സുനി പ്രതിയായ ഇരട്ടക്കൊലക്കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിക്ക് മുന്നിൽ നടക്കുന്നതിനാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഹാജരാകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനെ ഇൻഫോ പാർക്ക്, കാക്കനാട് സിവിൽ സ്റ്റേഷൻ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് ഇന്നു മുതൽ 3 ബസ്സുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുക. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഹർജിയിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള അധികാരം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകും. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്നു എന്ന പ്രസ്താവനയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവ് നൽകണം. രാത്രി 8 മണിക്ക് മുൻപായി തെളിവ് നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരായ ആദായ നികുതി വകുപ്പ് കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപവും പരസ്പരം നൽകിയ 2 മാനനഷ്ട കേസുകൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷകളിൽ കോപ്പിയടി തടയുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചതിന് ചോദ്യം ചെയ്യുന്ന ഹർജി ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ. രാജസ്ഥാനിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയായി നീന്തൽ താരം സജൻ പ്രകാശ് ഇന്നിറങ്ങും. പുരുഷ വിഭാഗം 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നീ മത്സരങ്ങളിലാണ് സജൻ മത്സരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഡേയിലേക്കാണ്. ഇന്നത്തെ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് പ്രത്യേക